സംഭവമൊക്കെ ഉള്ളതാണ്. ഇയാള് അവിടെ ചെന്നു, കയർത്ത് സംസാരിച്ചു, പിടിവലി ഉണ്ടായി, ഇതൊക്കെ ഉണ്ടായി. ഉണ്ണി മുകുന്ദൻ വിപിൻ കുമാർ വിഷയം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണല്ലോ. ഉണ്ണി മുകുന്ദൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 41 മിനിറ്റൊക്കെ വരുന്ന വീഡിയോ ആണ് പല ചാനലുകളും പുറത്തു വിട്ടേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഉണ്ണി പറയുന്നത്, ഞാൻ കണ്ണട പൊട്ടിച്ചു, പക്ഷേ ഈ പരാതിയിൽ പറയുന്ന പോലെ മർദ്ദിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിന്ന് സംസാരിക്കുന്ന വിഷയം ഇതൊന്നുമല്ല, മറ്റൊരു വിഷയമാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷൻ വരും. കുറച്ച് ദിവസങ്ങളുടെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം കുറച്ച് തിരക്കുകൾ, പിന്നെ എന്താ പറയുക, വൈയായികകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് വീഡിയോ വരാത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം, ഉണ്ണി മുകുന്ദൻ്റെ വിഷയത്തിൽ ഹൈദർ അലി എന്ന് പറയുന്നൊരു മാധ്യമപ്രവർത്തനം നിങ്ങൾക്കറിയാം. സിനിമാക്കാരുടെ ഏതൊരു ചടങ്ങിനും ഇദ്ദേഹം പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിന് എയറിൽ കയറുന്ന സ്വഭാവമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു 3 വീഡിയോകൾ കണ്ടു ഉണ്ണി മുകുന്ദൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇദ്ദേഹം ഉണ്ണി മുകുന്ദൻ്റെ ഇഷ്യൂ പുറത്ത് വന്ന സമയത്ത് ഇദ്ദേഹം ഈ വിപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് വിപിൻ്റെ കയ്യിൽ ഉണ്ണി അടിച്ച സമയത്തുണ്ടായ പാടുകളും ഒക്കെ ഞാൻ കണ്ടു, ഈ വിപിൻ എന്നോട് സംസാരിച്ചപ്പോൾ അതെല്ലാം എന്നെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തു. അതിൻ്റെ പിന്നാലെ 24-ൽ ആണെന്ന് തോന്നുന്നു ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. CCTV-യിൽ ഉണ്ണി അടിക്കുന്ന വിഷ്വൽസ് ഇല്ല എന്ന് പോലീസ് അറിയിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഉടനെ പുള്ളി അടുത്ത വീഡിയോ ചെയ്തു. ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയല്ല ചെയ്തത്, അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോൾ ആദ്യത്തെ പാട് എവിടെ പോയി? പാട് കണ്ടില്ലേ? ഇനി ഇപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, കഴിഞ്ഞ 2 ദിവസം മുൻപ് കണ്ടൊരു വീഡിയോ എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ 2ാമത്തെ വീഡിയോ വന്നപ്പോൾ ആൾക്കാർ ഇദ്ദേഹത്തിന് നിലപാടില്ല, എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ആൾ പറയുന്നു, ഞാൻ അതിൻ്റെ പുറകെ ഒരു അന്വേഷണം നടത്തി. ഒടുവിലെ അന്വേഷണം ചെന്നെത്തിയത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിലാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇദ്ദേഹം വിളിക്കുന്ന ഒരു ഫോൺ റെക്കോർഡൊക്കെ പുറത്തു വിട്ടു. അങ്ങനെ 24 ന്യൂസ് കയറി. അതായത് അവരാണല്ലോ ഈ എന്താ പറയുക, പോസ്റ്റർ ഇറക്കിയത്. അതായത് CCTV ഫുട്ടേജിനകത്ത് ഉണ്ണി അടിക്കുന്ന ദൃശ്യങ്ങളൊന്നും ഇല്ല, പകരമുള്ളത് തമ്മിൽ വാക്കേറ്റം നടന്നു എന്നതാണ് CCTV-യിൽ കണ്ട ദൃശ്യങ്ങളെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് വന്ന വിവരണം എന്ന രീതിയിലാണ് 24 ന്യൂസ് കൊടുത്തത്. അപ്പോൾ നേരെ ഹൈദർ അലി എന്ത് ചെയ്തു, ഈ വിഷയം എടുത്ത് ഉന്നയിച്ചപ്പോൾ 24 ന്യൂസ് ഏറിപ്പോയി. അവർക്ക് സത്യസന്ധമല്ലാത്ത ചാനലാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആരോപണങ്ങൾ വന്നു. അങ്ങനെ ഹൈദർ അലി ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന ഒരു കോൾ റെക്കോർഡ് പുറത്തുവിട്ടു. അതിനകത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണെന്നോ ഏത് പോലീസ് സ്റ്റേഷനാണെന്നോ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയ ചില സംശയങ്ങൾ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫോൺ കോൾ എന്താണ്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണ് പറയുന്നത്, അത് കേട്ടിട്ട് എൻ്റെ ചില സംശയങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങൾക്കതിൽ എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. നമുക്ക് ആ ഫോൺ റെക്കോർഡ് കേൾക്കാം. നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. ഈ വീഡിയോ ഉണ്ണി മുകുന്ദനും വിപിൻ കുമാറുമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി താരസംഘടന അമ്മയും അതോടൊപ്പം തന്നെ ഫെബ്കയുമായി ഒരു മീറ്റിംഗ് 2-ാം തീയതി ചേരുന്നു. അതിലും പ്രധാനപ്പെട്ട ഒരു വാർത്ത, കഴിഞ്ഞ ദിവസം ഈ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാർത്തയുമായി മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. ആ വാർത്തയെ മുന്നോട്ട് പോകുമ്പോൾ സൈബർ ആക്രമണം എനിക്കും നേരിട്ടൊരു വ്യക്തിയാണ്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഈ പരാതിപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസമൊക്കെ അന്വേഷണം നടക്കേണ്ട ഇടയിൽ ഇവിടുത്തെ ഏറ്റവും മുഖ്യധാര മാധ്യമമായ 24 ചാനലിൽ ഒരു കാർഡ് വന്നിരുന്നു. ഈ കാർഡുമായി ബന്ധപ്പെട്ട് തന്നെ വാർത്തയാണ്. ആ കാർഡിൽ അവർ പറയുന്നത്, ഉണ്ണി മുകുന്ദന് എതിരെ മാനേജറെ പരാതി, CCTV-യിൽ നടൻ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളില്ല എന്നാണ് പറയുന്നത്. പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയല്ലെന്നും പോലീസ് പറയുന്നു. ഇത് ഒന്ന് അന്വേഷിക്കണം. കാരണം ഞാനൊരു വാർത്ത തലേദിവസം വിപിനുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി മറ്റു മാധ്യമങ്ങളിലൊപ്പം ഞാനും പോയി ബൈറ്റെടുത്തപ്പോൾ അന്ന് ചെയ്ത വാർത്ത, പിറ്റേന്ന് ഉണ്ണി മുകുന്ദൻ അതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചും അന്ന് ഞാൻ വാർത്ത ചെയ്തു. ഉടനെ പറയുകയാണ്, നീ ഇന്നലെ പറഞ്ഞതല്ലല്ലോടാ നീ ഇന്ന് പറയുന്നത്, നീ നാളെ എന്ത് പറയും? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ അന്വേഷണത്തിന് പോകാമെന്ന് ഞാനും തീരുമാനിച്ചു. അല്ല, അത് ശരിയല്ലായിരുന്നു ഹൈദർ അലിക്ക. കാരണം നിങ്ങൾ ആദ്യ ദിവസം പറഞ്ഞു, നിങ്ങൾ വിപിൻ കുമാറിൻ്റെ കയ്യിൽ മർദ്ദനത്തിൻ്റെ പാട് കണ്ടു, അതുകൊണ്ട് ഉണ്ണി മർദ്ദിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന രീതിക്കാണ് നിങ്ങൾ ആദ്യ ദിവസം സംസാരിച്ചത്. ഉണ്ണിയുടെ എക്സ്പ്ലനേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ഉണ്ണിയുടെ എക്സ്പ്ലനേഷൻ ഇതാണ് എന്ന രീതിക്ക് പറഞ്ഞു വെച്ചു. സ്വാഭാവികമായിട്ടും ആൾക്കാർക്കൊരു എന്താ പറയുക, ഇവൻ എന്താണ് ഇങ്ങനെ പറയുന്നത്, ഇന്നലെ ഇത് പറഞ്ഞു, ഇന്നിപ്പോൾ ഇങ്ങനെ പറയുന്നു, നാളെ വേറെ എന്തെങ്കിലും പറയത്തില്ലേ എന്ന് ചോദിക്കില്ലേ? അത് ക്വൈറ്റ് നാച്ചുറൽ. അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എപ്പോഴും എല്ലാവർക്കും നേരിടേണ്ടി വരുന്നൊരു കാര്യം തന്നെയാണ്, നിലപാടുകളില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇന്നലെ സപ്പോർട്ട് ചെയ്തു, ഇന്ന് എവിടെയും തൊടാതെ നിൽക്കുക. ഇനി ഈ വീഡിയോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമുക്ക് കേൾക്കാം എന്താണ് ഇദ്ദേഹം ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഈ 24 ചെയ്ത വാർത്ത ശരിയല്ല. ഈ കാർഡ് എല്ലാവരും ഷെയർ ചെയ്തിട്ട് വിപിൻ
കുമാർ പറയുന്ന തെറ്റാണ്, ഉണ്ണിമുന്ത പറഞ്ഞ ന്യായമെന്ന്. തെറ്റാരുടെ ഭാഗത്തായാലും ശിക്ഷിക്കപ്പെടണം, അതിന് യാതൊരു മാറ്റില്ല. വിപിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ വിപിനെ ശിക്ഷിക്കണം, ഉണ്ണിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഉണ്ണിനെ ശിക്ഷിക്കണം എന്ന കാര്യത്തിൽ സംശയിക്കാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി രാവിലെ ഫോണിൽ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വിചിത്രമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതാണ്, FIR ഇട്ടെങ്കിൽ FIRൻ്റെ കോപ്പി ചാനലുകാർക്ക് കൊടുക്കുക, എന്നാൽ അവരന്വേഷിച്ചോട്ടെ, ഞങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇതിൻ്റെ ദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു, പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറയുന്നു. ആ സംഭാഷണം ഒന്ന് കേട്ടു നോക്കൂ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടുകൊണ്ട് അടിസ്ഥാനത്തിൽ അതിനകത്ത് ഒരു വാർത്ത, ഒരു മെയിൻ ചാനലിൽ ഒരു കാർഡ് വന്നു, ആ പോലീസ് CCTV ദൃശ്യങ്ങൾ എടുത്തു, അതിൽ ദൃശ്യങ്ങളൊന്നുമില്ല, അതിൽ കഴമ്പില്ല എന്നും പറഞ്ഞൊരു വാർത്ത വന്നു. അതിന്റെ വാസ്തവം എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ് ഞാൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇദ്ദേഹം സംസാരിക്കുന്ന ആളുടെ ഫേസ് കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഈ സാധാരണ മാധ്യമപ്രവർത്തകർ പുറത്തു വിടാത്ത ഫേസ് എന്ന് പറയുന്നത് പ്രതികളുടെയോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത ആളുകളുടെയോ ഫോട്ടോസ് ആയിരിക്കും പുറത്തു വിടാത്തത്. പക്ഷേ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോ പോലും പുറത്ത് കാണിക്കുന്നില്ല, ആ ഒരു ബാക്ക് ഷോട്ട് മാത്രം കാണിക്കുന്നത്, ആരാണെന്ന് പോലും അറിയത്തില്ല. അപ്പം ഇതിലെന്ത് ജെന്യൂനിറ്റിയാണുള്ളത്? ഒന്നാമത്തെ ഒരു സംശയമാണ്. ബാക്കി ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കണമല്ലോ, അതൊന്ന് കേട്ടിട്ട് ബാക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ അവര് തന്നെ അന്വേഷണം നടത്തിക്കോട്ടെ. FIR അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേക്കാം, അവരത് അന്വേഷണം നടത്തിയിട്ട് എന്താ ചെയ്തത്. അതില് ഈ ഹൈദരലി എന്ന് പറയുന്ന വ്യക്തി ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ആദ്യമായിട്ടാണല്ലോ ആയിരിക്കുമല്ലോ വിളിക്കുന്നത്, അതല്ലാതെ മുൻ പരിചയമോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തോ ഒന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ വിളിച്ച പാടെ ഞാൻ ഇന്ന കാര്യം അറിയാനാണ് വിളിച്ചത്, അങ്ങനെയാണെങ്കിൽ അവരതങ്ങനെ ചെയ്തോട്ടെ എന്നും പറഞ്ഞിട്ടൊരു സംഭാഷണം അവിടെ ഉണ്ടാവുമോ? സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തായിരിക്കും പറയുക? അതല്ല, അതിൽ സത്യം ഉണ്ടെങ്കിൽ സത്യം ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയും. എന്നിട്ട് ആ കോൾ അവിടെ ചിലപ്പോൾ ഡിസ്കണക്ട് ചെയ്യും. പക്ഷേ ഇവിടെ ഈ കോൾ കണ്ടിന്യൂ ചെയ്യുവാണ്, എന്താണ് അവിടെ നടന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഒരു കേസിൻ്റെ ഡീറ്റെയിൽ ഫോൺ ചെയ്യുമ്പോൾ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നത്? ഇപ്പോൾ FIR നമുക്ക് സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും, അതല്ല അതൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്ത് റൈറ്റ് ഉണ്ട് അവരെ വിളിക്കുന്ന വ്യക്തി? ഇനി ഈ ഹൈദരലിയാണ് വിളിക്കുന്നത്, എന്ത് ഉറപ്പുണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്? ഞാൻ ഇന്ന ആളാണെന്ന് അയാൾ പറയുന്നത്, വാക്കാൽ പറയുന്നല്ലേ ഉള്ളൂ, എന്ത് ഉറപ്പുണ്ട് അയാളാണ് വിളിക്കുന്നതെന്ന്? ആ ഡീറ്റെയിലിംഗ് ആണ് നമുക്ക് ഇനി കേൾക്കാനുള്ളത്, ഒന്ന് കേട്ട് നോക്കാം. CCTV ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ സാറേ? പിന്നില്ലേ, ആ പറയണ ഇങ്ങനെ അയാൾ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഉണ്ട്. പരാതിയിൽ വാസ്തവമാണ്. പിന്നെ ആ പരാതിയിൽ കഴമ്പുണ്ട്. പിന്നെ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്വേഷണം എന്ന് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഒരു ദിവസം ചെന്ന് കൊത്തിയെടുക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല. അപ്പൊ ഈ അതിന്റെ എല്ലാം റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ ശേഖരിക്കും. അപ്പൊ എവിഡൻസും കാര്യങ്ങളൊക്കെ പോലീസിനേലും മുന്നേ ചാനലുകാരെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ എന്താ ഒരു നിയമവ്യവസ്ഥ ഉള്ളത്? സംഭവമൊക്കെ ഉള്ളതാണ്. ഇയാള് അവിടെ ചെന്നു, കയർത്ത്, സംസാരിച്ചു, പിടിവലി ഉണ്ടായി, ഇതൊക്കെ ഉണ്ടായി. പക്ഷെ അങ്ങനെ ഉണ്ടായ സംഭവത്തില് ബാക്കി അതിന് വേണ്ട തെളിവുകൾ പോലീസ് മുഴുവൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആവശ്യമുള്ള CCTV നോക്കി പരിശോധിച്ചു. അതിലും ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഉണ്ട്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന്? അതായത് ഒരു സൗഹൃദ സംഭാഷണം പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ഒരു പോലീസ് ഓഫീസർ അയാളുടെ സുഹൃത്ത് വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതല്ലാണ്ട് ഒരു ഉദ്യോഗസ്ഥൻ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഞാൻ വീണ്ടും ആ വാക്ക് എടുത്ത് പറയാൻ കാരണം, ഒരു കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഒരാൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുമോ? എനിക്കറിയില്ല, ഇനി പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എനിക്കത് വളരെയധികം സംശയമുണ്ട്. ഇത് ഒരു പക്ഷേ ഒരു മാനിപ്പുലേറ്റഡ് കോൾ ആവാം. കാരണം തൻ്റെ നേർക്ക് വന്ന ഈ സൈബർ ആക്രമണം, അല്ലെങ്കിൽ നിലപാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ആരോപിക്കുന്ന ഈ ഒരു ആരോപണം ഒഴിവാക്കാൻ വേണ്ടി ഒരു ഫോൺ കോൾ ക്രിയേറ്റ് ചെയ്ത് അത് പുറത്ത് വിട്ടതായിരിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഇതേ കാര്യം തന്നെ ഇന്നലെ ഉണ്ണിയുടെ ആ ഒരു ഇൻ്റർവ്യൂക്കകത്ത്, അല്ലെങ്കിൽ ആ ഒരു പ്രസ് മീറ്റിനകത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ഫോൺ കോൾ പുറത്ത് വിട്ടത്? ഞാൻ തല്ലിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഉണ്ണി പറഞ്ഞ വേറൊരു ഡയലോഗ് എന്ന് പറയുന്നത്, ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ, ഞാൻ തല്ലിയെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രി തന്നെ വിട്ടു പൊക്കോളാം എന്നാണ് പറയുന്നത്. അതിന് ഉണ്ണിക്ക് നേരെ കുറേ ഈ പറയുന്ന കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇവിടെ എൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു ചോദ്യം ഇപ്പോഴും നിൽക്കുകയാണ്. അതായത് ഒരു കേസിൻ്റെ അന്വേഷണ വിവരങ്ങൾ, അല്ലെങ്കിൽ കേസിലൊരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് അവിടെ ഇന്ന കാര്യം സംഭവിച്ചു എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഒരു മാധ്യമപ്രവർത്തനാണോ ഇല്ലയോ എന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ഇതിനകത്ത് ഞാൻ ഇന്ന ആളാണ്, ഇന്ന മീഡിയയിൽ നിന്ന് വിളിക്കുന്ന ആളെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് റൈറ്റ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഹൈദരലി ഇങ്ങനൊരു വീഡിയോ ചെയ്തത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ബാക്കി നോക്കാം. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു വാർത്ത ചെയ്താൽ ആ വാർത്ത ചെയ്യുന്നവരെ
എന്തെങ്കിലും രീതിക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന PR വർക്ക് ഇവിടെ നടക്കുന്നു. PR വർക്ക് നടക്കുന്നു. അത് ആരുടെ ഭാഗത്തുനിന്ന് PR വർക്ക് നടന്നാലും ശരിയല്ലെന്ന് തന്നെ ഞാൻ പറയാം. ആ PR വർക്ക് അത്ര ശരിയല്ല. നമ്മൾ ഇന്ന് വരെ ഒരു PR വർക്ക് ചെയ്യുന്നവനെ സപ്പോർട്ട് ചെയ്താണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ ആരുടെ PR ആണ് മിസ്റ്റർ ഹൈദർ അലി? നിങ്ങൾ ആരുടെ PR ആണ്? നിങ്ങൾ ആദ്യം പറഞ്ഞു ഞാൻ വിപിൻ കുമാറിനോട് നേരിട്ട് സംസാരിച്ചു, വിപിൻ കുമാറിൻ്റെ കയ്യിൽ ഈ പറയുന്ന പാടുകൾ കണ്ടു, ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറിനെ മർദ്ദിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നല്ല നിങ്ങൾ സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ പറഞ്ഞു. അടുത്ത ദിവസം ഉണ്ണി വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഒക്കെ ഇട്ടപ്പോൾ നിങ്ങൾ അതിനെ നേരെ ഉൾട്ടയായിട്ട് പറഞ്ഞു. അവിടെ നിങ്ങൾ ഉൾട്ട മീൻസ് ഒരു തരം എന്താ പറയുക, ഈ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി നിൽക്കുന്ന ലെവലിൽ നിങ്ങൾ സംസാരിച്ചു, എങ്ങും തൊടാതെ സംസാരിച്ചു. അവിടെ നിങ്ങൾക്ക് നിലപാടില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങൾ അത് പ്രതികരിച്ച് തുടങ്ങിയപ്പോൾ നിങ്ങളൊരു കഥയുണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിക്കുന്നതായിട്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പോലെ നിങ്ങൾ വളച്ചൊടിച്ചൊരു സാധനം, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ആരുടെ PR വർക്കാണ്? അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് നേരെ വരുമെന്നൊരു ഉറച്ച വിശ്വാസത്തോടെ തന്നെ ചെയ്യണം. ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ എനിക്കെതിരെ തിരിയും. ആ ധാരണ എനിക്കുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. തെറ്റ് സംഭവിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളത് വീണ്ടും വീണ്ടും എന്താ പറയുക, ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തത് ശരിയാണെന്നും പറഞ്ഞിട്ട്. ഇതൊരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം പലരുടെയും കാര്യങ്ങളിൽ നിങ്ങൾ പോയി തലയിട്ട് ഞാനിത് കണ്ടു എന്ന ലെവലിൽ സംസാരിക്കുന്നത് പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരുടെ PR ആണ്? ഇതും എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. ബാക്കി നോക്കാം. കാണാത്തവർ വരെ റിവ്യൂ ആയിട്ട് വരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ണിമുകുന്ദനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വിപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, വിപിനെ എതിർത്തുകൊണ്ട്, ഉണ്ണീനെ എതിർത്തുകൊണ്ട്. അതൊക്കെ ഒരു PR വർക്കിൻ്റെ ഭാഗമാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ വാർത്ത നിങ്ങൾ തന്നെ അന്വേഷിക്കുക. പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ച വോയിസാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഇതിൽ സത്യസന്ധമാണ്, ഇതിൽ കഴമ്പുണ്ട് എന്ന് അവർ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിളിച്ചതിന് എന്ത് തെളിവുണ്ട്? അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വോയിസ് ആണെന്ന് എന്ത് ഉറപ്പുണ്ട് നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? എങ്കിൽ പ്രൂവ് ഇറ്റ് മാൻ. നിങ്ങളത് പ്രൂവ് ചെയ്യുക. അത് പോലീസുകാരൻ്റെ വോയിസ് ആണ്, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ, ഏത് പോലീസുകാരൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, ഏത് പോലീസ് സ്റ്റേഷനാണ്, അദ്ദേഹത്തിൻ്റെ റാങ്ക് എന്താണ്, നിങ്ങൾ അത് പുറത്ത് വിടുക. അല്ലാണ്ട് ചുമ്മാ ഒരു വോയിസ്, ഒരു ഓഡിയോ കോൾ ഇട്ടിട്ട് അത് പോലീസുകാരനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങളെന്തോ മണ്ടന്മാരാണോ? കേരളത്തിലെ ജനങ്ങളെല്ലാവരും മണ്ടന്മാരൊന്നുമല്ല. അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. അതിനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു ഓഡിയോ പുറത്ത് വിടുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. അതിൻ്റെ ജെന്യൂനിറ്റി തെളിയിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങളത് തെളിയിക്കുക. ചുമ്മാ ഒരു ഓഡിയോ വിടുക, അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഓഡിയോ ആണ്, അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഓഡിയോ ആണെന്ന് വെറുതെ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു വ്യക്തിക്ക് നേരെ നടക്കുന്ന വ്യക്തിഹത്യാപരമായിട്ടുള്ളൊരു ഫോൺ കോളാണ്. കേസിന് ആധാരമായിട്ടുള്ള, കേസ് തിരിയാനുള്ളൊരു ഫോൺ കോളാണ്. അപ്പോൾ നിങ്ങളതിൻ്റെ ജെന്യൂനിറ്റി തെളിയിക്കണം. അല്ലാണ്ട് ചുമ്മാ വന്നൊരു ഓഡിയോ വിട്ടിട്ട് ഇതാണ് ഇവിടെ നടക്കുന്നത്, എന്നെ എല്ലാവരും സൈബർ ആക്രമണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല, ഒരു കാര്യമില്ല. നിങ്ങൾ തെളിയിക്കുക. അത് ജെന്യൂൻ ഫോൺ കോളാണ്. അത് ഏത് ഉദ്യോഗസ്ഥൻ, എവിടെയുള്ള ഉദ്യോഗസ്ഥൻ, ഏത് റാങ്കുകാരൻ, നിങ്ങൾ പറയും, നിങ്ങൾ പ്രൂവ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ആ മനുഷ്യൻ്റെ ഫേസിംഗിൽ നിങ്ങൾ കാണിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും സംശയങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ഹൈദർ അലിക്ക, സത്യമായിട്ട് ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ആ മനുഷ്യൻ്റെ ഫേസ് കാണിക്കുന്നില്ല, ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫേസ് കാണിക്കുന്നില്ല, നിങ്ങൾ അദ്ദേഹം ആരാണെന്ന് പറയുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് സ്വയം പരിചയപ്പെടുത്തുന്ന പോലുമില്ല. ഇനി ഈ ഫോൺ റെക്കോർഡ് നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടാണോ റെക്കോർഡ് ചെയ്തത്? അതും പറയുന്നില്ല. സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഒരിക്കലും ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്യില്ല. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്, നിങ്ങളത് ചോദിച്ച് അന്വേഷിച്ച് അറിഞ്ഞ് ഓക്കെ സാർ, അവിടെ ഫോൺ കട്ട് ചെയ്യും. അത് റെക്കോർഡ് ചെയ്ത് പുറത്തുവിടില്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ഒരു സ്റ്റോറി, ഒരു കുക്ക്ഡപ്പ് സ്റ്റോറി ഉണ്ടാവണം. അത് നിങ്ങൾ ഉണ്ടാക്കി. ഇതാണ് എനിക്ക് തോന്നിയ കാര്യം. ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എൻ്റെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതല്ല എന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കതും അവിടെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ദിവസവും വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.